രാത്രിയിലെ ആഹാരം കഴിച്ചിട്ടില്ലെങ്കിലും കിച്ചൺ ക്ലീൻ ചെയ്ത് കിടക്കുക എന്നുള്ളത് എനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടാണെങ്കിൽ പോലും ഞാൻ തട്ടിമുട്ടിയെങ്കിലും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. കാരണം രാവിലെ നമ്മൾ വിളക്കൊക്കെ വെക്കാനൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ തലേ ദിവസം കഴിച്ച പാത്രങ്ങളൊക്കെ കിടക്കുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവില്ല. എപ്പോഴും ഒരു നെഗറ്റീവ് മൈൻഡോടെ എനിക്ക് എഴുന്നേൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. സോ അതുകൊണ്ട് ഞാൻ എന്നും ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കാറുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ കിച്ചണിലോട്ട് കയറുന്നതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ മേരിഗോൾഡ് ഫ്ലവറില്ലേ, അതാണ്. അത് ഞാൻ ഈ വിളക്ക് വെക്കുന്ന സമയത്ത് ലക്ഷ്മി വിളക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വെക്കും. പിന്നെ കിണ്ടിയിലും വെക്കാറുണ്ട്. സാധാരണ ഈ ഫ്ലവറല്ല, ഞാൻ ജമന്തി ഉണ്ടല്ലോ നമ്മുടെ, ആ ഒരു ഫ്ലവറാണ് എടുക്കാറ്. പക്ഷെ ഇന്ന് അത് അവൈലബിൾ അല്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ വെറുതെ കുറച്ച് കഴിഞ്ഞാൽ വരുമായിരിക്കും. പക്ഷേ ഇപ്പം എനിക്ക് ആവശ്യമുള്ള വേറെ സാധനങ്ങളും വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വെറുതെ അതിനായിട്ട് ഇനി ഡെലിവറി ചാർജൊക്കെ കൊടുത്തിട്ട് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല നഷ്ടമല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഇതൊരു 4 ദിവസത്തേക്കല്ലേ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഈ ഫ്ലവറാണ് വാങ്ങിയത്. ഇന്നത്തേക്കുള്ള ഫ്ലവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ മോന് ഒരു ചെറിയൊരു പോപ്കോൺ, സത്യത്തിൽ ഞാൻ പോപ്കോൺ ഉണ്ടാക്കുന്ന ഒരു സാധനമില്ലേ, അതൊന്ന് വിചാരിച്ചിട്ടായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോഴേക്കും ഇങ്ങനെയായിരുന്നു വന്നത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ഇതുപോലെ പാല്, പിന്നെ മോന് വേണ്ട ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ എന്താ അറിയുമോ, ഞാൻ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഞാൻ മൾട്ടി ടാസ്കിങ് ചെയ്യും, അതായത് കുക്കിങ്ങും ക്ലീനിങ്ങും ഒന്നിച്ച് ചെയ്യും. എന്നാൽ ചില സമയം മീൻസ് വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുക്കിങ്ങിലും പിന്നെ മോനെ ഒന്ന് റെഡിയാക്കിയിട്ട് സ്കൂളിൽ വിടേണ്ട അതുപോലെ ഏട്ടനെ ഓഫീസിൽ വിടേണ്ട ആ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ച ശേഷം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ വേഗം അതാത് സ്ഥാനത്ത് എടുത്തു വെച്ചു. എന്നിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ മൊത്തത്തിലൊരു ക്ലീനിങ് കണ്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് എന്തോ ഹോർലിക്സിൽ പിടിച്ചു. അപ്പോഴേക്കും ഞാൻ ആ ഹോർലിക്സ് എൻ്റെ പാലവിടെ തടക്കുമ്പോഴേക്കും കുറച്ച് കൂട്ടുണ്ടായിരുന്നു, അതായത് ദോശമാവ്. അതെടുത്തിട്ട് കുറച്ചൊന്ന് ഫ്രിഡ്ജിലുണ്ടായത് ആറാൻ വെച്ചു. അങ്ങനെ ആകുമ്പോൾ എനിക്കിന്ന് തട്ടിക്കൂട്ടി ദോശ വെക്കാമല്ലോ, കാരണം ഇന്നലത്തെ കറിയും ഉണ്ട്. അങ്ങനെ ഇന്നത്തെ രാവിലെ ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി.